പയറുപൊടി. നീ പെട്ടിട്ട് നീ എന്നെ കൂടെ പെടുത്തല്ലേ. മോർണിംഗ് ഗൈസ്. എന്തിതേ ഉള്ളു ഗൈസ്. അമേരിക്കട്ടെ ഒച്ചമാരെ എന്റതേ ഉള്ളൂ. രാവിലെയാണ്. അപ്പം എന്തായാലും ഇപ്പം പല്ലൊക്കെ ചിച്ച് ഫ്രഷ് ആയിട്ട് വീട്ടിനകത്തോട്ട് കയറട്ടെ. പൊന്നു ഓ കൈമാരി നീ പോകാൻ നോക്കട്ടെ. ഇതെന്തിനു വരുന്ന വെച്ചത്? പയറുപൊടി. എനിക്കൂടെ ഉണ്ടോ ഇവിടെ? രാവിലെ എണിച്ച് വന്നപ്പോ കണ്ട് പേടിപ്പിച്ചു. ഇതെന്തോന്നാണ് എനിക്കിട്ടോ. ഞാൻ രാവിലെ വെളുക്കാൻ തീരുമാനിച്ചു. പച്ചമാരെ എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ വീട്ടിൽ പൊന്നും ഞാനും മാത്രമേ ഉള്ളൂ ഗൈസ്. പച്ചമാരെ ഞാൻ പയറുപൊടി മുഖത്തിടാൻ തീരുമാനിച്ചു. ഇനി ഇവളെ പോലെ ഞാനും ആകും. പിന്നെ പൊടി മാത്രം മുഖത്തിടും. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. രാവിലെ എണീച്ച് മുഖം പോലും കഴിവാതെ ബ്യൂട്ടീഷ്യർ ആവുകയാണ്. വീട്ടിൽ വെളുക്കോടി ഒരാഴ്ച ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണോ? അല്ല, ഒരാഴ്ച സ്ഥിരമായിട്ടാ ചിലപ്പോ ശരിയുള്ള വീഡിയോസിലെ ബ്യൂട്ടീഷ്യൻ ടിപ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ കോലം കിട്ടാനും മതി. നീ എന്തിന് കഥകളിക്ക് രൂപം വരയ്ക്കണം? ഏകദേശം ഇതുപോലെ തന്നെ. ബാക്ക് ക്യാമറ ആണോ? എനിക്ക് എന്റെ മുഖം കണ്ടുകൂടെ? നിങ്ങൾ എന്നെ ആക്കിയിരിക്കില്ല. എനിക്കിത് കണ്ണാടി നോക്കിയാൽ എന്റെ മുഖം കാണാം. എന്താരോ മുടിയിലാവില്ലടി. കുറഞ്ഞു എടുത്തത്. എടി ഇത് കളക്കാൻ പറ്റുമോ അവസാനം? നീ പെട്ടിട്ട് നീ എന്നെ കൂടെ പെടുത്തല്ലേ? അല്ലല്ല, കഴിയരുത്. പക്ഷെ ഇത് ഉണങ്ങുമ്പോ വലിഞ്ഞൊടിക്കേ. മമ്മി ഓൺ കമ്മിങ്. എന്താറോ അമ്മ പറയുമ്പോ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. നമുക്ക് പേടിപ്പിച്ചാലോ? പെട്ടെന്ന് ചീത്ത വിളിക്കും. ഇപ്പൊ കണ്ടിട്ട് അതായിക്കോട്ടെ. മുഹമ്മദ് അവിടെ വിട്ടിരിക്കുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അമ്മ ജോലി കഴിഞ്ഞ് വരണുണ്ട് ഗൈസ്. അമ്മ ഇത് കാണുമ്പോൾ എന്തെങ്കിലും പറയത്തു. ഈ ആക്ഷൻ എങ്ങനെയുണ്ട് നോക്കട്ടെ. മമ്മി ഓൺ കമ്മിങ്. ഇതിലേ വരണം. ഒളിച്ചു വരികയാണ്. എന്തിനാണ് കാര്യം എന്നറിയാം. എടുക്കളാവും നിങ്ങൾ വെളുക്കോമ്മ. സുന്ദരനായമ്മ. ഇതൊക്കെ തേക്കും ഇങ്ങനെ വെക്കണമെന്നാണ് അങ്ങനെ പറഞ്ഞു തരട്ടെ? നല്ല അറിയോ? മതി. എന്നെ കാട്ടിയും എടുത്താ പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? എന്റെ ഷർട്ട് അത് പോയിക്കോളും. ഓ കളയണ്ട. ചേട്ടൻ ഇന്നലെ അടുത്ത് തേങ്ങയൊക്കെ എടുത്തെറിഞ്ഞു. ഞാൻ അറിഞ്ഞു നിങ്ങൾ TV-യിൽ തേങ്ങ എടുത്തെറിഞ്ഞു. ബിഗ് ബോസ് കണ്ടിട്ട്. എന്തിനു തേങ്ങ എടുത്തത്? അവിടെയാണ് എനിക്ക് വെളുക്കേണ്ടത്. ഒന്ന് വെളുത്തിട്ട് വേണം. അയ്യോ എന്റെ കണ്ണിലായടിയത്. ഇല്ല അത് ശരിയായില്ല. ബൂട്ടീസിന് ഇടാൻ അറിഞ്ഞൂടാ ഗൈസ്. 8 ഗൈസ്. ഇപ്പോഴും കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുന്ന അനിയത്തി.
കുട്ടുമാൻ എന്ത് സീരിയസ് ആയിട്ട് കാണണം നോക്കിയിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അതിപ്പോ ഇതെല്ലാം ഉണങ്ങി, കുഴപ്പമില്ല. അമ്മ അപ്പൊ ഗായ്സ് ഇന്ന് നമ്മളിപ്പോ മുഖത്തിട്ടിരിക്കുന്ന പയറുപൊടിയാണ്. ഇത് ഉണ്ടാക്കുന്ന ടിപ്സ് എന്താന്ന് വെച്ചാല് പയറുപൊടി ആദ്യം നമ്മള് എന്ത് ചെയ്യും, ഉണക്കയിടും. നമ്മുടെ ടെറസിലായിട്ട് ഉണക്ക ഇട്ടിട്ട് അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് 2 മണിക്കൂർ ഇട്ടിരുന്നാൽ മതി. എൻ്റെ അത് ചൂടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പൊടിക്കും. ജാറിലിട്ട് പൊടിക്കണം. നന്നായിട്ട് പൊടിച്ചിട്ട് അത് ജസ്റ്റ് പറ്റുമെങ്കിൽ ഒന്ന് ഉണക്കണം. ഉണക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുഴച്ച് മുഖത്ത് തേച്ചിട്ട് ഒരാഴ്ച കൊണ്ട് നോക്കിയിട്ട് വല്ല മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇളവൊന്നിട്ട് നമുക്ക് നോക്കാം കായ്സിന്. വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വെക്കാം. നല്ല അടി നിന്റെ മുഖം കളകളി പറഞ്ഞു കൊള്ളാം. വെള്ളപ്പാണ്ട് പിടിക്കുമോ പൈസ നമുക്ക് കഴുകി വെക്കാം. ഇത് അത് എടുക്കുമ്പോഴും മുടിയിൽ ഫുള്ളായിരിക്കും. എല്ലാം വാഷ് ചെയ്ത് കേട്ടോ. മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഒരു തവണ തേച്ചെന്നും പറഞ്ഞും കാണാതിരിക്കും. ഒരു തവണ തേച്ചെന്നും പറഞ്ഞുകൊണ്ട് മാറ്റമൊന്നും പെട്ടെന്ന് ഉണ്ടാവില്ല. എത്ര തവണ തേക്കേണ്ടി വരും? 5 ദിവസം തേക്കേണ്ടി വരും. 5 ദിവസം തേച്ചാലേ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുള്ളൂ കാശ്. പിന്നെ ഈ വിലത്തൊന്നും തേച്ചിട്ട് കാര്യമില്ല. നിന്റെ പിരികത്തിരിക്കുന്നു, നിന്റെ പിരികത്തിരിക്കുന്നു. പറ എന്തിന് കരിയും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ബൈ. മിന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വലിയ ഇത് ഓണല്ലായിരുന്നു. മിന്നു ഇന്നില്ല, മാളൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഡെയിലി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ ബൈ. കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ബൈ.